വഹാബികളുടെ നേതാവിൻ്റെ തലയിൽ വെച്ചിരുന്ന ഈ തൊപ്പിക്ക് 500 രൂപ കൊടുത്ത് വിറ്റത് അത് ആത്മീയ കച്ചവടമല്ലേ? അതുപോലെ കഴുത്തിൽ അണിഞ്ഞിരുന്ന ഒരു നൂലിന് വിറ്റത് 150 ദിർഹമാണ്. ഇതെന്താ ആത്മീയ കച്ചവടമല്ലേ? മൻസൂർ ഇതിന് കൃത്യമായി മറുപടി പറയാൻ ചങ്കൂറ്റത്തോടുകൂടെ മൻസൂർ വലിയ വായിൽ പറയുന്ന ആ നാവ് കൊണ്ട് മൻസൂറെ ഇതിനൊരു മറുപടി താ. രസകരമായ 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, മൻസൂർ എൻ്റെ പേരിൽ ഒരു ആരോപണം നടത്തി, ഞാൻ അതിനെ ചോദ്യം ചെയ്തു. മൻസൂർ അതിൽ കിടന്ന് ഉരുണ്ട് കളിച്ച് ആളുകൾക്കിടയിൽ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് സർവ്വസാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ഒരു വീഡിയോ കൊണ്ടുവന്നിട്ട് വീഡിയോ ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് അങ്ങ് പൂർത്തിയാക്കിയിട്ട് മൂപ്പരങ്ങ് പോയി. എന്നാൽ അതിന് കൃത്യമായ സമയത്ത് തന്നെ മറുപടി കൊടുക്കാൻ മറ്റ് ചില ശുഗലുകളുള്ളതുകൊണ്ട് എനിക്കത് സാധിച്ചിട്ടില്ല എന്നുള്ളത് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ഏതായിരുന്നാലും വീണ്ടും പറഞ്ഞ കളവും അതിനോടനുബന്ധിച്ച് രസകരമായ ഒരു കാര്യം, താൻ തന്നെ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു എന്ന് പറയുന്നത് പോലെ അദ്ദേഹത്തോട് ചോദിക്കാനുണ്ട്. ആദ്യം എന്നെക്കുറിച്ച് നടത്തിയ ആരോപണം, അതിനെ ഞാൻ ചോദ്യം ചെയ്തതിന് അതിന് കൊടുത്ത മറുപടിയാണ് അദ്ദേഹം പറയാൻ പോകുന്നത്. മൻസൂർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പരിപാടി തന്നെയാണ്, അഥവാ കച്ചവടം, അത് തന്നെയാണ് ഇവരും ചെയ്യുന്നത്. ഇവരും ബിരിയാണി ആയിട്ടും ഓരോ പ്രൊഡക്റ്റായിട്ടും ജനങ്ങൾക്ക് കച്ചവടം നടത്തുന്നു. അവരുടെ ധനം ആ കച്ചവടത്തിലൂടെ സമ്പാദിക്കുന്നു മാന്യമായ രീതിയിൽ. ഇത് തന്നെയല്ലേ ബിൽഗേറ്റ്സും നിങ്ങൾ പറഞ്ഞ് യൂസുഫ് അലിയും ചെയ്യുന്നത്? അത് യൂസുഫ് അലി ചെയ്യുമ്പോൾ നമുക്ക് കുഴപ്പമില്ല, അതേ പരിപാടി തന്നെ എ പി ഉസ്താദോ അനുയായികൾ ചെയ്യുകയാണെങ്കിൽ അത് പറ്റൂല. ഈ മുനീർ മുസ്ലിയാർ ഇവിടെ പറഞ്ഞത് അംബാനിയും അദാനിയും അതുപോലെ തന്നെ യൂസഫ് അലിയും ബിൽഗേറ്റ്സും ഒക്കെ വലിയ വലിയ ബിസിനസ് മാഗ്നറ്റുകളാണ്, കോർപ്പറേറ്റ് ഭീമന്മാരാണ്. അവർ ബിസിനസ് ചെയ്യുന്ന പോലെ തന്നെയാണ് AP അബൂബക്കർ മുസ്ലിയാരും ബിസിനസ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ. അപ്പോൾ ഈ പറയുന്നത് എന്താണെന്ന് അറിയില്ലേ? AP ഉസ്താദിനെ കച്ചവടം ചെയ്യുന്ന ആളാണെന്ന് എന്ന നിലക്കാണ് ഇയാളും ഇയാളുടെ നൗഷാദും തമ്മിൽ പരിചയപ്പെടുത്തിയത്. അങ്ങനെ ഞാൻ പറഞ്ഞു, അന്ന് നടത്തിയ ആ ഒരു ബിരിയാണി പൊതി എന്നോ അങ്ങനെ പേര് പറഞ്ഞിട്ട് നടത്തിയ ആ ഒരു പരിപാടി അത് കച്ചവടം തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു, ഇത് കച്ചവടമാണെന്ന് നിങ്ങൾ തന്നെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഇതിനെന്താണ് പ്രശ്നം? അതിനെന്തിനാണ് ചോദ്യം ചെയ്യേണ്ടത്? അതിനു മുമ്പ് AP ഉസ്താദിന് ആരെങ്കിലുമൊക്കെ കൊടുക്കുന്നതിനെ ഇയാൾ ചോദ്യം ചെയ്തിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, AP ഉസ്താദിന് എങ്ങനെ സമ്പാദ്യം കിട്ടിയാലും നിങ്ങളത് ചോദ്യം ചെയ്യും, അത് ആരെങ്കിലും കൊടുത്താലും ചോദ്യം ചെയ്യും. ഇനി അതല്ല, AP ഉസ്താദ് കച്ചവടം ചെയ്യുകയാണെങ്കിലും നിങ്ങൾ ചോദ്യം ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ ഇയാളത് എന്ത് ചെയ്തു? ഞാൻ AP ഉസ്താദിനെ കുറിച്ച് കച്ചവടം ചെയ്യുന്ന ആളാണ് എന്നങ്ങ് വരുത്തി തീർത്തു. കച്ചവടം ചെയ്യുകയാണെങ്കിലും എന്ന് പറഞ്ഞാൽ കച്ചവടം ചെയ്തു എന്നാണോ അതിൻ്റെ അർത്ഥം? എത്രമാത്രം ഒരു ആഭാസകരമാണ് ഇയാളുടെ ഓരോ വീഡിയോകളും, എത്രമാത്രം വിഡ്ഢിത്തരമാണ്. ഇനി പരിശുദ്ധ ഖുർആനിൽ തന്നെ സമാനമായ സംഭവങ്ങളില്ലേ? എത്രയാണ് പരിശുദ്ധ ഖുർആനിലുള്ളത്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ശുഅറായിലെ വലൗ നസ്സൽനാഹു അലാ ബഅദിൽ അജമീൻ, ആ പരിശുദ്ധ ഖുർആനിനെ നമ്മൾ അനർബികളാകുന്ന ചിലരിൽ ഇറക്കുകയാണെങ്കിൽ എന്നാണ് ഖുർആൻ പറയുന്നത്. അനർബികൾക്കാണോ ഖുർആൻ ഇറങ്ങിയത്? അറബിയാകുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കല്ലേ ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത്? അള്ളാഹു ഗണ്ണിക്കുകയാണ് അവരെ. അനർബികളുടെ മേൽ ഇറങ്ങുകയാണെങ്കിലും എന്ന രീതിയിലുള്ള ആ ശൈലിയാണ് ഇവിടെയുമുള്ളത്. AP ഉസ്താദ് കച്ചവടം നടത്തുകയാണെങ്കിലും നിങ്ങൾ അതിനെ ചോദ്യം ചെയ്യും എന്ന് പറഞ്ഞത്. അതുകൊണ്ട് മൻസൂറെ, ഇതൊന്നും നിങ്ങൾക്ക് മലയാള ഭാഷയോ ഒന്നും നിങ്ങൾക്കറിയില്ല. മലയാള ഭാഷയിലെ പ്രയോഗങ്ങളും ഒന്നും നിങ്ങൾക്കറിയാത്തത് നിങ്ങൾ സ്കൂളിൽ പോകാത്തത് കൊണ്ടാണ്. മതപഠനമോ ഇല്ല, സ്കൂളിലോ അത്രയും പോയിട്ടില്ല. വെറും ഈ യൂട്യൂബ് തുറന്നിട്ട് ഇങ്ങനെ വീഡിയോകൾ മാന്തി ഉണ്ടാക്കുന്ന കേവലം കാരക്കമ്പികൾ മാത്രമേ നിങ്ങളുടെ മനസ്സിലുള്ളൂ എന്നുള്ളത് ഇവിടെ ആളുകൾക്ക് വ്യക്തമാകുന്നുണ്ട്. ഇനി രസകരമാകുന്ന മറ്റൊരു കാര്യമെന്ന് ഞാൻ പറഞ്ഞത് അതിലേക്കാണ് കടക്കുന്നത്. അതെന്താണ്? ഇനി ഇവിടെ ഒരു ലേലം ചെയ്യുന്നതിനെ കുറിച്ചാണ് അങ്ങേര് ചോദ്യം ചെയ്യുന്നത്. ലേലം ചെയ്യുന്നത് സയ്യിദാകുന്ന തുറാബ് തങ്ങളാണ് അവിടെ ലേലം ചെയ്യുന്നത്. അതിനെക്കുറിച്ച് മൂപ്പര് പറയുന്നതും ഒക്കെ ഒന്ന് നമുക്ക് ആ വെല്ലുവിളിയും ഒക്കെ ഒന്ന് കേൾക്കാം. പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ഉദാഹരണം കാണിക്കാം. പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് കാണിക്കാൻ പോകുന്ന ഉദാഹരണം മൂപ്പർക്ക് ഒരു കെണിയായിട്ട് മാറാൻ പോവുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. 313 തന്നെ നമുക്ക് പറയാനുള്ളൂ. ആരാണ് 313 ഉറുപ്പിക ഞാൻ തരാം? അൽഹംദുലില്ലാ. ഇവർക്ക് ആ പേരക്ക കുടിക്കി, ഒരു പേരക്ക. ഇതൊരാ മാങ്ങ മാറി ഇനി പേരക്ക ആയിക്കോട്ടെ, കുടിക്കി.
ഒക്കെ റെഡി ആവട്ടെ. അള്ളാഹു പേപ്പറൊക്കെ റെഡി ആവേണ്ട, അള്ളാഹു റെഡിയാക്കി കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത ബദറാകുമ്പോഴത്തേന് അള്ളാഹു ഒക്കെ റാത്താക്കി തരട്ടെ. അവങ്ങൾ ഇപ്പാവും അറിയില്ല. ഏതായാലും അൽഹംദുലില്ലാ, അള്ളാഹു അടുത്ത ബദറിൽ എല്ലാം സന്തോഷമായി കേൾക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ അടുത്ത 313 ഓടിക്കി. ആ ദാദാ ഇതിലെന്താ ഓടിക്കി ഇതിലെന്താ ആകെ പറല് ഹലുവ, അത് അപ്പുറത്തുള്ള ഓടിക്കി. ഇനി എന്താ ഉള്ളത് ഇവിടെ? ഇനി ഇവിടെ ഉണ്ട് ബിസ്ക്കറ്റും പാക്കറ്റ് കൊടുക്കി. 313 ബിസ്ക്കറ്റ്, വല്ലാത്ത ബിസ്ക്കറ്റ്. ഞാനുള്ളത് 313. അതാ അസീസാക്കന്നെ മോൻ പഠിക്കും. പിന്നെ ആരാ ഞാറുണ്ടോ? ഒറ്റ ഒന്നും കൂടെ ഉണ്ട്. മതി. അള്ളാഹു കബൂലാക്കട്ടെ. ഇനി നമുക്ക് 100 റുപ്യ ആക്കാം. 100 റുപ്യ തരാൻ പറ്റുന്നവർക്ക് ഒരു ടിഷ്യൂ കോഴിമുട്ടിയും കൊടുക്കാം. ഒരു ടിഷ്യൂ കോഴിമുട്ടി ഒരാൾ കൂടെ കൂടി കൊടുക്കും. 100 റുപ്യന്റെ കോഴിമുട്ട, വല്ലാത്ത കോഴിമുട്ട. അമേരിക്കയിൽ നിന്ന് വന്നാന്ന് പറയാൻ കണ്ടെങ്കിൽ 100 റുപ്യ കൊടുത്തു വാങ്ങിക്കോളി. അതാ ഷബീറിന് കൊടുക്കി. നാടൻ കോഴിമുട്ടാണല്ലേ. കൊടുക്കി ഞാർക്ക് വേണ്ടി ഞാൻ കുടിക്കും സ്പീഡാക്കി. മരിച്ചുപോയവരുടെ പേരിൽ ഒരു ഫാത്തിഹ അപ്പത്തിന് പറ്റിയാലൊക്കെ വാങ്ങിക്കോളി. തീരുന്നവരുണ്ടാവും. അൽ ഫാത്തിഹ. മരിച്ചവരിൽക്കും ദൂരം കൊടുത്തിട്ടില്ല. മരിച്ചവരുടെ പേരിൽ ഫാത്തിഹ ഓതുന്നതൊക്കെ സ്വൈര്യക്കേടാണ് മൻസൂറിന്. ഏതായാലും വേണ്ടില്ല, പറയട്ടെ. ഓക്കെ മുനീറെ, ഇതെന്ത് കച്ചവടാണ്? ഇതാണ് ആത്മീയ വാണിഭം എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ മൻസൂറിനോട് എനിക്ക് പറയാനുള്ളത്, മൻസൂറിനൊരു സംഭവം അറിയോ? മൻസൂർ വഹാബിയാണെന്ന് മൻസൂർ തന്നെ മുമ്പ് സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. ഇനി അത് നിഷേധിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ നമുക്ക് ആഡ് ചെയ്യാം. ഏതായിരുന്നാലും ഇത് എന്ത് കച്ചവടമാണ് എന്നാണ് മൻസൂർ ചോദിക്കുന്നത്. മൻസൂറിന് അറിയോ അൽ ബിദായത്ത് വൻ നിഹായ എന്ന് പറയുന്ന ഒരു കിതാബുണ്ട്. ആരുടെ കിതാബാണ്? ഇബ്നു കസീറിൻ്റെ കിതാബ്. ഇബ്നു കസീർ റഹ്മഹുല്ലാഹിന്റെ കിതാബ്. ആ കിതാബിൻ്റെ 18ാമത്തെ വാള്യം 297 പേജിൽ ഇബ്നു തൈമിയ്യ മരണപ്പെട്ടപ്പോൾ അതിനുശേഷമുള്ള ചില സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. അവിടെ പറയുന്നത് കാണാം, അവിടെ ഒരു ലേലം വിളി നടന്നിട്ടുണ്ട്. മൻസൂറിന് അറിയോ? ഖീല ഇന്ന താഖിയത അല്ലത്തി കാനത്ത് അല റഅസിഹി, ഈ ഇബ്നു തൈമിയ്യയുടെ തലയുടെ മുകളിൽ വെച്ചിരുന്ന ഒരു തൊപ്പി ഉണ്ടായിരുന്നു, ഒരു രോമത്തൊപ്പി. നിങ്ങൾക്കറിയാമായിരിക്കും, ഇപ്പോൾ ബാലുശ്ശേരി പോലത്തെ ആൾക്കാരൊക്കെ വിദേശത്ത് പോകുമ്പോൾ ചില തൊപ്പികൾ ധരിക്കാറുണ്ടല്ലോ, ഒരു രോമത്തൊപ്പി പോലത്തെ. അങ്ങനത്തെ ഒരു രോമത്തൊപ്പി ഇബ്നു തൈമിയ്യയുടെ തലമുണ്ടായിരുന്നു. അത് മരണപ്പെട്ടപ്പോൾ ദുഫിയ ഫിഹ 500 ദിർഹമിൻ, 500 ദിർഹമിനാണ് അത് കച്ചവടം ചെയ്തു പോയത്. ആലോചിച്ച് നോക്കണം, ഒരു രോമത്തൊപ്പിക്ക് 500 ദിർഹം, അര ദിർഹം പോലും വിലമില്ലാത്തൊരു സാധനത്തിന് 500 ദിർഹമാണ് ഇദ്ദേഹം കൊടുക്കുന്നത്. മാത്രമല്ല കഴിഞ്ഞില്ല. വക്കീല ഇന്നൽ ഖൈത്തല്ലദീ കാന ഫീഹി അസ്ഇബഖു അല്ലദീ കാന ഫീ ഉനുഖിഹി ബിസബബിൽ ഖംലി, അദ്ദേഹത്തിൻ്റെ കഴുത്തിലുണ്ടായിരുന്ന ഒരു നൂല്, ആ ഒരു നൂലും കഷ്ണം എത്രക്കാ വിറ്റുപോയത് മൻസൂറെ? ദുഫിയ ഫീഹി 150 ദിർഹമൻ, 150 ദിർഹമിനാണ് അത് വിറ്റുപോയത്. ഒരു നൂലും കഷ്ണം നോക്കണം മൻസൂർ, ഒരു നൂലും കഷ്ണം വിറ്റുപോയത് 150 ദിർഹമിനാണ്. എന്തേ കാരണം? ബറക്കത്താണെന്ന് പറഞ്ഞിട്ടാണ്, ബറക്കത്തിൻ്റെ പേര് പറഞ്ഞിട്ടാണ് കച്ചവടം. അപ്പോൾ മൻസൂറെ, ഞാൻ ചോദിക്കുന്നത്, ഇത് ആത്മീയ കച്ചവടമല്ലേ? എന്തിനാണ് നിങ്ങളുടെ നേതാവ്, വഹാബികളുടെ നേതാവിൻ്റെ തലയിൽ വെച്ചിരുന്ന ഈ തൊപ്പിക്ക് 500 രൂപ കൊടുത്ത് വിറ്റത്? അത് ആത്മീയ കച്ചവടമല്ലേ? അതുപോലെ കഴുത്തിൽ അണിഞ്ഞിരുന്ന ഒരു നൂലിന് വിറ്റത് 150 ദിർഹമാണ്. ഇതെന്താ ആത്മീയ കച്ചവടമല്ലേ? മൻസൂർ ഇതിന് കൃത്യമായി മറുപടി പറയാൻ ചങ്കൂറ്റത്തോടുകൂടെ മൻസൂർ വലിയ വായിൽ പറയുന്ന ആ നാവ് കൊണ്ട് മൻസൂറെ ഇതിനൊരു മറുപടി താ. മൻസൂർ ഈ പറയുന്ന കച്ചവടമൊക്കെ ഇവിടെയും ബാധകമല്ലേ? ഇവിടെ എന്താണ് വിഷയമെന്ന് പറഞ്ഞാൽ, മൻസൂറിന് അറിയില്ല, ഒരു ചുക്കും അറിയില്ല. ജഹാലത്തിൻ്റെ ഐനാണ് മൻസൂർ. അതുകൊണ്ട് തന്നെ ഒരു ചൊല്ല് കാണാം, അന്നാസു അഅദാ ഉലിമാ ജഹിലു, ജനങ്ങൾക്ക് അറിയാത്തതൊക്കെ ജനങ്ങൾ അതിനെ ശത്രുതാ മനോഭാവത്തോടുകൂടെയാണ് കാണാറുള്ളത് എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ വളരെയധികം ശരിയാണെന്ന് മൻസൂറിൻ്റെ വീഡിയോകളിൽ നിന്നും മൻസൂർ ബോധ്യപ്പെടുത്തുകയാണ്. മൻസൂറിന് അറിയാത്തതൊക്കെ മൻസൂർ അത് ശത്രുതാ മനോഭാവത്തോടുകൂടെയാണ് കാണുന്നത്.
അതുകൊണ്ട് മൻസൂറെ ദീനൊക്കെ ഒന്ന് പഠിക്കാൻ നോക്ക്. ഇതൊക്കെ ഇസ്ലാമികപരമായിട്ടുള്ളതാണ്. എന്നോട് നടത്തിയ ആരോപണത്തിന് ഇനി ലാസ്റ്റായിട്ട് ഒരു മറുപടി പറയുന്നത്, മൻസൂർ അറബി ഭാഷ പോയിട്ട് മലയാള ഭാഷയുടെ ആ ശൈലിയെങ്കിലും ഒന്ന് പഠിക്കുന്നത് അത് മൻസൂറിന് നന്നായിരിക്കും. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഞാൻ വായിച്ച ഈ ഇബാറത്ത് ഇബ്നു തൈമിയുടെ ശിഷ്യനാകുന്ന ഇബ്നു കസീർ റഹിമഹുല്ല എഴുതിയ കിതാബിൽ നിന്നാണ് വായിച്ചത്. ഇതിൽ നിന്ന് മൻസൂറെ, ഇത് ലോകം മുഴുവനും അംഗീകരിക്കുന്ന കിതാബാണ്. വഹാബികളുടെ നേതാവ് ഇബ്നു തൈമിയ മരണപ്പെട്ടപ്പോൾ നടന്ന സംഭവവും ലേലവുമാണ്. ഇത് ആത്മീയ കച്ചവടമാണ് എന്നാണോ മൻസൂറെ നിങ്ങൾ പറയുന്നത്? അതിന് കൃത്യമായി മറുപടി പറയണം എന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.